തീർച്ചയായും സജു, ചരിത്രമുറങ്ങുന്ന ദർബാർ ഹാളിൻ്റെ മണ്ണിലേക്ക് VS ഒരിക്കൽ കൂടി വരികയാണ്. ഏറ്റവും നിർണായകമായ 1967 അദ്ദേഹം MLA ആയി ഈ ദർബാർ ഹാളിൽ എത്തുമ്പോൾ അദ്ദേഹം നടത്തിയ ആദ്യ പ്രസംഗം തന്നെ കയർ തൊഴിലാളിയുടെ കൂലി വർധനവുമായി ബന്ധപ്പെട്ട പ്രസംഗമായിരുന്നു. അങ്ങനെ VS നിരന്തരമായി അകത്തും പുറത്തും നടത്തിയ സമരത്തിൻ്റെ വേദി കൂടിയാണ്. അദ്ദേഹം ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച പ്രവർത്തന മണ്ഡലം, 3 തവണ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച പ്രവർത്തന മണ്ഡലം, 7 തവണ തുടർച്ചയായി 7 തവണ MLA ആയി പ്രവർത്തിച്ച പരിചയം. അങ്ങനെ ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും നിർണായകമായൊരു സ്ഥലമാണ് പഴയ ഹജൂർ കച്ചേരി എന്ന് പറയുന്ന ഈ സെക്രട്ടേറിയറ്റിൽ മുമ്പ് രാജ്യസഭ അടക്കം ചേർന്ന സ്ഥലമാണ്. ഈ സെക്രട്ടേറിയറ്റിലെ മുൻപ് ജനാധിപത്യം അതിനുശേഷം വന്ന ശേഷം ഇത് സെക്രട്ടേറിയറ്റായി നിയമസഭയായി മാറുന്നു. അതിൽ നിർണായകമായ പല ചർച്ചകളിലും പങ്കെടുത്ത VS ആ ചേതനയത്ത് ശരീരവുമായി അവസാന യാത്രയ്ക്ക് സെക്രട്ടേറിയറ്റിലെ ഈ ദർബാർ ഹാളിൽ എത്തുകയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി നൽകുന്നതിന് വേണ്ടി ജനക്കൂട്ടം മുദ്രാവാക്യം വിളിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതശരീരം പുറത്തേക്ക് എടുക്കുന്നു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, ദേശീയ ജനറൽ സെക്രട്ടറി MAVV അടക്കം ആണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അകത്തേക്ക് എടുത്തത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഒക്കെ തന്നെ ദർബാർ ഹാളിനകത്തുണ്ട്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി നൽകാൻ തലസ്ഥാന നഗരം കാത്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും വന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ദർബാർ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിജു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ അദ്ദേഹം 67 MLA ആവുന്നത് മുതൽ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഒരു സ്ഥലം കൂടിയാണ് തലസ്ഥാന ജില്ല. അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയായി AKG സെൻറ്ററിൽ തുടർച്ചയായി ഇരുന്ന ഒരു കാലഘട്ടം, അദ്ദേഹം കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എണ്ണമറ്റ സമരങ്ങൾ നയിച്ച കാലഘട്ടം, അങ്ങനെ നിരവധി സമര മുഹൂർത്തങ്ങൾക്ക് വേദിയായ സെക്രട്ടേറിയറ്റ്, ഭരണകർത്താവായും അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു. അങ്ങനെ വലിയ തരത്തിലുള്ള ഓർമ്മകളുടെ കടലിൻ്റെ ഇരമ്പമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാം കാണാൻ പോകുന്നത്. ഇന്നലെ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ ഒഴുകിയെത്തിയ പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെ ആവേശമുണ്ട്. ആ ആവേശത്തേക്കാൾ വിവിധ തരത്തിൽ അദ്ദേഹമൊപ്പം പ്രവർത്തിച്ച VS-നെ മനസ്സിലാക്കിയ, അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയ, VS-ൻ്റെ ആശയം ഉൾക്കൊണ്ട വലിയ ജനസമൂഹം തലസ്ഥാന ജില്ലയിലും കേരളത്തിലുമുണ്ട്. അവരെല്ലാം ഇന്ന് ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തും. നേരെ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞ പൊതുദർശനത്തെ സമയം കടന്നും വലിയ തരത്തിലെ തിരക്ക് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനം മുതൽ ഈ ജനറൽ ആശുപത്രി റോഡ് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾ നിൽക്കുകയായിരുന്നു. പുതിയ AKG സെൻറ്ററിൻ്റെ സ്പെൻസർ റോഡിലേക്ക് ജനം ആർത്തലച്ച് എത്തുന്നത് നാം കണ്ടതാണ്. അതേപോലെ ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് വീണ്ടും VS ചേതനയേറ്റ ശരീരവുമായി വരുന്നു. ഒരു സമരത്തിൻ്റെ, കേരളത്തിൻ്റെ സമര ചരിത്രത്തിൻ്റെ നൂറ്റാണ്ടാണ് VS എന്ന വ്യക്തി എന്ന 2 അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കേരളം അതിജീവിച്ച പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. കേരളം അതിജീവിച്ച എണ്ണമറ്റ സമരങ്ങളുടെ ചരിത്രമാണ്. കേരളം കൈക്കൊണ്ട നിർണായകമായ LDF സർക്കാരിൻ്റെ തീരുമാനങ്ങളുടെ ചരിത്രമാണ്. അതിലെല്ലാം ഏറ്റവും നായക സ്ഥാനത്ത് നിന്ന് മുൻനിരയിൽ നിന്ന് നയിച്ച VS ഒരു ഓർമ്മയായി മാറുമ്പോൾ VS-നെ അവസാനം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വരുന്ന വലിയ ജനക്കൂട്ടമാണ് ദർബാർ ഹാളിലേക്ക് എത്താൻ പോകുന്നത്.